ഹായ് ഫ്രണ്ട്സ്, ഏതാണ് വലിയ ജോലി? ഞാനൊരു കഥ പറയട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എങ്കിലും. ഒരു സ്ത്രീ ഓഫീസിൽ അപേക്ഷ കൊടുക്കാനായി എത്തി. അവിടെ വേറെ ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥരും അപേക്ഷ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഓഫീസർ ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങിച്ച് പൂരിപ്പിച്ച് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തെ പറഞ്ഞയക്കുന്നത് ആ സ്ത്രീ കണ്ടുകൊണ്ടായിരുന്നു ഇരുന്നത്. ഒടുവിൽ ഈ സ്ത്രീയുടെ ഊഴമെത്തി. ഇവര് ചെന്നു. ആ ഓഫീസർ അപേക്ഷാ ഫോം വാങ്ങിച്ച് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ വീട്ടമ്മയാണ്. അതിനുശേഷം അവർക്ക് ഒരുപാട് നേരം കാത്തിരിപ്പിന് ഒടുവിലാണ് അവരുടെ അപേക്ഷ പരിഗണിച്ച് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനായത്. പോകുന്ന വഴിക്ക് അവർ ചിന്തിച്ചു, മറ്റുള്ളവരെല്ലാം വളരെ വലിയ പദവിയിലുള്ളതായതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു പോയി. ഞാനിപ്പോൾ വീട്ടമ്മയല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ കാര്യങ്ങൾ ഇത്രയും ലേറ്റ് ആയത് എന്നൊക്കെ ചിന്തിച്ച് കുറച്ച് വിഷമത്തോടെ അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൊ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വേറൊരു ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർ കാര്യങ്ങൾക്കായിട്ട് അവർക്ക് പോകേണ്ട വന്നു. ആ സമയത്ത് അവർ ചിന്തിച്ചു, മുന്നത്തെ ഓഫീസിൽ വീട്ടമ്മ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യാതൊരു പരിഗണന ലഭിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഈ വട്ടം പോകുന്ന ഓഫീസിൽ കുറച്ച് ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കണം. അങ്ങനെ അവർ ആ ഓഫീസിലെത്തി. അവിടുത്തെ ഓഫീസർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി? ഉടനെ അവർ പറഞ്ഞു, ഞാൻ ശിശു വികസനം, പോഷകാഹാരം, മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം ഇവയിൽ ഗവേഷകയാണ്. ഇത് കേട്ട് ഓഫീസർ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, മേഡം, ഈ പദവിയിൽ നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, എന്റെ ഗവേഷണം വർഷങ്ങൾ നീണ്ടതാണ്. ശരിയല്ലേ? ഒരു മാതാവിന്റെ റിട്ടയർമെന്റില്ലല്ലോ, അതിങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കില്ലേ? രണ്ടാമതായിട്ട് അവർ പറഞ്ഞു, എനിക്ക് 2 ബോസ് ഉണ്ട്. അവരുദ്ദേശിച്ചത് ഒന്ന് ദൈവം, രണ്ടാമത് കുടുംബം. മൂന്നാമതായിട്ട് അവർ പറഞ്ഞു, എനിക്ക് 2 ബഹുമതി കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഒരു മകനും ഒരു മകളും. പിന്നീട് അവർ പറഞ്ഞു, എനിക്ക് 14 മണിക്കൂറാണ് ജോലി. ചില ദിവസങ്ങളിൽ അത് 24 മണിക്കൂറാകും. മറ്റ് ജോലിയേക്കാൾ പ്രയാസമേറിയതാണ്. എന്നാൽ ഇതിന്റെ പ്രതിഫലം എനിക്ക് പണമായിട്ട് വേണ്ടതില്ല. എന്റെ മാനസിക തൃപ്തിയാണ് എന്റെ പ്രതിഫലം. ഇത് കേട്ട് വളരെ വിനയത്തോടെയും ബഹുമാനത്തോടെയും ഓഫീസർ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് യാത്ര അയച്ചു. പോകുന്ന വഴിക്ക് അവർ ചിന്തിച്ചു, ആദ്യത്തെ ഓഫീസിൽ വീട്ടമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പരിഗണനയും ലഭിച്ചില്ല. രണ്ടാമത്തെ ഓഫീസിൽ വീട്ടമ്മ എന്ന് പറയാതെ അതേ ജോലിയെ വേറൊരു ഭാഷയിൽ വേറൊരു വീക്ഷണത്തിൽ പരിപോഷിച്ച് പറഞ്ഞപ്പോഴത്തേക്കും തനിക്ക് ആവശ്യത്തിലധികം ബഹുമതിയും പദവിയും ലഭിച്ചു. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എല്ലാവരും വലിയ പദവിയും മറ്റും നേടുമ്പോൾ ഒരു മാതാവ് അല്ലെങ്കിൽ വീട്ടമ്മ നേടുന്ന പദവി അതിനേക്കാൾ വലുതാണ് എന്ന് അഭിമാനിക്കണം. മറ്റു ജോലിയേക്കാൾ ഉത്തരവാദിത്വമുള്ളതും സ്നേഹം കൊടുത്തും പ്രതിഫലം വാങ്ങാതെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ കുടുംബത്തെ നയിക്കുന്ന ഈ പദവിയേക്കാൾ മറ്റ് ഏത് പദവിയുണ്ട് വലുതായിട്ട്?